ഭൂനിയമ ഭേദഗതിയുടെ ചട്ടരൂപീകരണം പൂർത്തിയായിട്ടുണ്ടെന്ന് CPI ജില്ലാ നേതൃത്വം. നിയമവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുന്നതോടെ ഉത്തരവിറങ്ങും. മുഖ്യമന്ത്രി ഇടുക്കിയിലെത്തുമ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ പറഞ്ഞു. ഭൂനിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരമാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. നിലവിൽ ചട്ടരൂപീകരണം നടന്നിട്ടുണ്ടെങ്കിലും അവസാന ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. നിയമവകുപ്പിൽ ഉയർന്ന ചില സംശയങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതും പരിഹരിച്ച് ഉടൻ ഉത്തരവ് ഇറങ്ങുമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ പറഞ്ഞു. കൃഷിക്കാർക്ക് ഉപകാരപ്രദമാകുന്ന അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന നിയമം നടപ്പിലാക്കുവാൻ വേണ്ടി ഉത്തരവിടണമെന്നോ ഒപ്പിടണമെന്നോ MP ഉൾപ്പെടെയുള്ള UDFന്റെ നേതാക്കന്മാർ ഒരു ഘട്ടത്തിൽ പോലും സംസാരിച്ചതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം നിയമം പാസ്സായി. അതിനോടനുബന്ധിച്ചുള്ള ചട്ടരൂപീകരണം ഞാൻ മനസ്സിലാക്കിയത്രയും മുഖ്യമന്ത്രി, അതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രിയും എല്ലാ മേഖലയിലുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ അടക്കം ചർച്ച ചെയ്ത് ആ ചട്ടരൂപീകരണ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ നിയമവകുപ്പിൻ്റെ ചില അഭിപ്രായങ്ങളൂടി കിട്ടാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഭൂനിയമവുമായി ബന്ധപ്പെട്ട ചട്ടരൂപീകരണം പൂർത്തിയായിട്ടുണ്ട്. നിയമവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങളിലുള്ള സംശയം അതും കൂടി ഇപ്പോൾ പരിഹരിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരവായി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 28-ാം തീയതി എന്തായാലും നമ്മുടെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് തന്നെ വരുന്നുണ്ട്. കൃഷിക്കാരടക്കം എല്ലാ മേഖലയിലുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വേളയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അസന്നിഗ്ധമായിട്ടുള്ള ഒരഭിപ്രായം പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു കാര്യം പറയാം, CPI ആണ് ഭൂനിയമ ഭേദഗതിക്ക് വേണ്ടിയും ചട്ടരൂപീകരണത്തിന് വേണ്ടിയും നിലപാടെടുത്തിട്ടുള്ളത്. ആ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായമാണ്. അതിന് മുൻകൈ പ്രവർത്തനം നടത്തിയത് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും CPIയുടെ നേതാവ് കൂടിയായിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രി K. രാജന് മുൻതൂക്കമുള്ള അർഹതയുള്ള ഒരു കാര്യം കൂടിയാണ് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കുന്നത്. 28-ാം തീയതി മുഖ്യമന്ത്രി നെടുങ്കണ്ടത്ത് എത്തുന്നുണ്ട്. ആ വേദിയിൽ ഭൂവിഷയങ്ങളിൽ ശാശ്വത പരിഹാരം ഉറപ്പുവരുത്തുന്ന നിലപാട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷ. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി K. രാജനും സംസ്ഥാന സർക്കാരും കൃത്യമായ ഇടപെടൽ നടത്തിയപ്പോൾ നിയമം വരാതിരിക്കാനാണ് കോൺഗ്രസും UDFും ശ്രമിച്ചതെന്നും CPI ജില്ലാ സെക്രട്ടറി കുറ്റപ്പെടുത്തി.